ജില്ലയുടെ തീരദേശ ഗ്രാമങ്ങളിൽ കാൽപന്താവേശം അലയടിക്കുന്നു. ലോകകപ്പ് മാതൃകയിൽ ചെറിയ ലീഗുകൾ സംഘടിപ്പിച്ചാണ് ആരാധകർ കളിക്കളങ്ങളിൽ താപനില ഉയർത്തുന്നത്. ഈ പെരുമഴക്കാലത്തും ഒട്ടും തണുക്കാതെ തിളയ്ക്കുകയാണ് ഗ്രാമങ്ങളിൽ സോക്കർ ആവേശം. ഇഷ്ട ടീമുകളുടെ കട്ടൌട്ടുകളും പതാകകളുമൊക്കെ നേരത്തെ നിരന്നുകഴിഞ്ഞു. ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 32-ൽ നിന്നും 48-ലേക്ക് ഉയർന്നു. 64-ന് പകരം 104 മത്സരങ്ങളാണ് കാത്തിരിക്കുന്നത്. പാതിരാ കഴിഞ്ഞും നീളുകയാണ് സമയക്രമം. പക്ഷേ ഇതൊന്നും കാൽപന്താരാധകരെ പിന്നോട്ട് വലിക്കുന്നില്ല. പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന സോക്കർ ആരവങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണവർ. ഫാൻ ഫൈറ്റുകൾ നാട്ടുവഴികളിലും കവലകളിലും എത്തിക്കഴിഞ്ഞു. ചെറുപ്പം മുതലേ അർജന്റീനയെ കുറിച്ചിട്ടാണ് കൂടുതൽ ഫുട്ബോൾ കളി എന്ന് പറയുമ്പോൾ അർജന്റീന എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ബ്രസീലിനെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് നമ്മുടെ താല്പര്യമൊക്കെ അവർ കപ്പെടുക്കണമെന്നൊക്കെ. ഗ്രാമങ്ങളിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങൾ കാണികളുടെയും കളിക്കാരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ്. ലോകകപ്പിൽ ആദ്യ കിക്കെടുക്കും മുൻപ് ചെറിയ കളിമുറ്റങ്ങളിൽ ടിക്കി ടാക്കയും ഡ്രിബ്ലിംഗും സിസർക്കട്ടും ഗോളടി മേളവുമൊക്കെ തകർക്കുകയാണ്. എല്ലാ മത്സരത്തിലും ഇവിടുത്തെ മുതിർന്നവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നാടിന്റെ ഒരു ഐക്യം കാണിക്കുന്ന പോലത്തെ ഒരു മത്സരം കൂടിയാണ്. ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ അതിർത്തികൾ മാഞ്ഞുപോകുന്ന ഫുട്ബോൾ എന്ന ഒറ്റ വികാരത്തിലേക്ക് ലോകമുണരുമ്പോൾ ഈ നാടിനും ഒരു പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഇന്ത്യ ലോകകപ്പിൽ പന്ത് തട്ടുമെന്ന അടങ്ങാത്ത മോഹം. മാരിവിൽ കിക്കുകൾ പോലെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ജില്ലയുടെ തീരദേശ ഗ്രാമങ്ങളിൽ ഫുട്ബോൾ ആവേശം ആഞ്ഞടിക്കുകയാണ്. കുട്ടിപ്രതിഭകൾ ഈ നാട്ടിൽ അവരുടെ പ്രതിഭകൾ മിനുക്കി കളിച്ചു വളരുന്നു. ക്യാമറമാൻ റോയിക്കൊപ്പം കെ ബി ലിബീഷ്, TCV.